വീണ്ടും സ്വാഗതം എല്ലാവർക്കും. നമുക്ക് അടുത്ത നമ്മൾ ടോപ്പിക് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് ഇന്റർഫറൻസ് എന്താണെന്നാണ്. അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ അവസാനം പഠിപ്പിച്ചു നിർത്തി എന്തായിരുന്നു? സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ. When two or more waves are superimposed, interfere in a medium, then the resultant displacement, the point of interference is the vector sum of the displacement of individual waves. ഇന്ന് നമ്മൾ തുടങ്ങാൻ പോകുന്നത് ഇന്റർഫറൻസ് എന്താണെന്നാണ്. ഇന്റർഫറൻസ് എന്താണ്? ഇന്റർഫറൻസ് ആദ്യമേ ഇന്റർഫറൻസ് പറയുന്നതിന് മുമ്പ് നമ്മളൊരു കാര്യം മനസ്സിലാക്കാം. When a single source is placed here, ഇവിടെ നമ്മളൊരു സിംഗിൾ സോഴ്സിനെ വെച്ചാൽ it distribute energy equally in all directions. എല്ലാ ഡയറക്ഷൻസിലേക്കും ഇവൻ എനർജിയെ ഈക്വൽ ആയിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. എല്ലായിടത്തും ഈക്വൽ ആയിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. അപ്പോഴത്തേക്കും എന്തോ സാർ ഈ എനർജി, അതിനെയാണ് ഇന്റൻസിറ്റി എന്ന് പറയാം. എന്താ സാർ ഇന്റൻസിറ്റി? ഓർക്കുക, ഇന്റൻസിറ്റി ഓഫ് ലൈറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ it is the energy radiated. Intensity is the energy radiated by a source per second per unit area. യൂണിറ്റ് ഏരിയയിലൂടെ ഒരു സെക്കൻഡിൽ കടത്തിവിടുന്ന എനർജിക്ക് നമ്മൾ പറയുന്ന പേരാണ് ഇന്റൻസിറ്റി. അതിന്റെ ഇക്വേഷൻ നമ്മൾ എഴുതുമ്പോൾ നമുക്കൊരു ആൻസർ കിട്ടും. ഇന്റൻസിറ്റി ഓഫ് ലൈറ്റ് ഈസ് ഈക്വൽ ടു 2π സ്ക്വയർ ന്യൂ സ്ക്വയർ എ സ്ക്വയർ റോ വി എന്ന് പറയുന്നൊരു ഇക്വേഷൻ കിട്ടും. അതിനകത്ത് നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കുക, ഇന്റൻസിറ്റി ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ആംപ്ലിറ്റ്യൂഡ് സ്ക്വയർ. ഇന്റൻസിറ്റി ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ആംപ്ലിറ്റ്യൂഡ് സ്ക്വയർ. ഈ ആംപ്ലിറ്റ്യൂഡ്, ഇത് ആംപ്ലിറ്റ്യൂഡാണ്. അപ്പൊ ഇന്റൻസിറ്റി ഈസ് ഡയറക്ട്ലി, അപ്പൊ ആംപ്ലിറ്റ്യൂഡ് കൂടിയാൽ എന്ത് കൂടും? ഇന്റൻസിറ്റി കൂടും. അപ്പൊ ആംപ്ലിറ്റ്യൂഡ് 2 ആണെങ്കിൽ ഇന്റൻസിറ്റി 2 സ്ക്വയർ, ആംപ്ലിറ്റ്യൂഡ് 5 ആണെങ്കിൽ ഇന്റൻസിറ്റി 5 സ്ക്വയർ, ആംപ്ലിറ്റ്യൂഡ് -2 ആണെങ്കിൽ -2 സ്ക്വയർ, ദാറ്റ് ഈസ് 4 തന്നെ. അപ്പൊ മൈനസ് ആണോ പ്ലസ് ആണോ എന്ന് പറഞ്ഞ ഇന്റൻസിറ്റിക്ക് ബന്ധമില്ല. ആംപ്ലിറ്റ്യൂഡ് 5 ആയാലും -5 ആയാലും ഇന്റൻസിറ്റി ഒന്ന് തന്നെയാണ്, ലൈറ്റിന്റെ ഇന്റൻസിറ്റി. അപ്പൊ നമ്മൾ പറയുന്നത്, അപ്പൊ ഇന്റൻസിറ്റി ഓഫ് ലൈറ്റ് ഈസ് ദ എനർജി റേഡിയേറ്റഡ് പെർ സെക്കൻഡ് പെർ യൂണിറ്റ് ഏരിയ, or intensity I is equal to 2π square nu square a square rho v, that is intensity is directly proportional to amplitude square. അപ്പോൾ ഒരു സിംഗിൾ സോഴ്സ് എടുത്ത് നമ്മൾ വെക്കുകയാണെങ്കിൽ അവൻ എല്ലാ സ്ഥലത്തേക്കും എനർജി യൂണിഫോം ആയിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. എന്നാൽ നമ്മൾ ഇവിടെ രണ്ട് സോഴ്സുകളെ എടുത്ത് വെച്ചു എന്ന് കരുതുക. സോഴ്സ് S1 എസും S ഡാഷും. ഇവിടെ നിന്ന് ലൈറ്റ് ഇതാ ഇങ്ങോട്ടേക്ക് വരുന്നു, ഇവിടെ നിന്ന് ലൈറ്റ് ഇങ്ങോട്ടേക്ക് വരുന്നു. ഈ വരുന്ന ലൈറ്റുകൾ ഇവിടെ കൂട്ടിയിടിക്കും. കൂട്ടിയിടിക്കുന്നതിന്റെ ഫലമായിട്ട് എന്ത് സംഭവിക്കും? സൂപ്പർ പൊസിഷൻ നടക്കും. സൂപ്പർ പൊസിഷൻ നടക്കുന്നതിന്റെ ഫലമായിട്ട് ഡിസ്പ്ലേസ്മെന്റുകൾക്ക് വ്യത്യാസം ഉണ്ടാവും. ഡിസ്പ്ലേസ്മെന്റുകൾക്ക് വ്യത്യാസം ഉണ്ടാകുമ്പോൾ ഇന്റൻസിറ്റിക്ക് വ്യത്യാസം ഉണ്ടാവും. അപ്പൊ ഇൻ ദ കേസ് ഓഫ് എ സിംഗിൾ സോഴ്സ് ഇറ്റ് ഡിസ്ട്രിബ്യൂട്ട് എനർജി യൂണിഫോംലി ഇൻ ഓൾ ഡയറക്ഷൻസ്. But when we are using two light rays, രണ്ട് ലൈറ്റ് നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിൽ, അപ്പോൾ നമ്മൾ എന്ത് പറയണം? ഇവരെന്ന് പറയുന്ന ഈ രണ്ട് ലൈറ്റേയും കൂടി ഇവിടെ കൂട്ടിയിടിക്കുന്നതിന്റെ ഫലമായിട്ട് there is a change in distribution of energy. ഇവർ തമ്മിൽ കൂട്ടിയിടിക്കുന്നതിന്റെ ഫലമായിട്ട് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് എനർജിയിൽ ചേഞ്ച് ഉണ്ടാവും. ചില സ്ഥലങ്ങളിൽ ഇന്റൻസിറ്റി ഡിസ്ട്രിബ്യൂഷൻ മാക്സിമം ആയിരിക്കും, അപ്പോൾ അവിടെ നല്ല ബ്രൈറ്റ് ആയിട്ട് കാണും. ചില സ്ഥലങ്ങളിൽ ഇന്റൻസിറ്റി ഡിസ്ട്രിബ്യൂഷൻ ഏറ്റവും കുറവായിരിക്കും, അവിടെ ഡാർക്ക് ആയിട്ട് കാണപ്പെടും. അങ്ങനെ നമ്മൾ രണ്ട് സോഴ്സ്, അപ്പൊ നമുക്ക് ഇവിടെ കൺഫ്യൂഷൻ വരും. നമുക്ക് അതൊക്കെ എല്ലാം വിശദമായിട്ട് പറഞ്ഞു തന്നെയാണ് നമ്മൾ പോവുക. അപ്പൊ ഇൻ ദ കേസ് ഓഫ് എ സിംഗിൾ സോഴ്സ് ഈസ് when we are using a single source, the light distributed uniformly. അപ്പൊ നമ്മൾ ഇവിടെ നോക്കുമ്പോൾ എല്ലാവരെയും നമുക്ക് ഒരുപോലെ കാണാൻ പറ്റും. അപ്പൊ ഞാൻ ഇവിടെ ഒരു ബൾബ് വെച്ചിട്ട് ഇങ്ങനെ ലൈറ്റ് തെളിയിച്ചു. അപ്പോൾ ഇവിടെ ആളുകൾക്ക് ഇരിക്കുന്നു, ഞാൻ അവരെ എല്ലാം നോക്കുമ്പോൾ എനിക്ക് എല്ലാവരെയും ഒരുപോലെ കാണാൻ പറ്റും. എന്നാൽ ഞാൻ രണ്ട് ബൾബുകൾ എടുത്ത് ഇവിടെ കത്തിച്ചു വെച്ചിട്ട് ഞാൻ നോക്കിയപ്പോൾ ഇടയ്ക്ക് കുറച്ച് പേരെ കാണാനില്ല, കുറച്ച് പേര് നല്ലോണം തിളങ്ങി നന്നായിട്ട് കാണാൻ പറ്റും, വീണ്ടും കുറെ പേരെ കാണാൻ പറ്റുന്നില്ല. ഇങ്ങനെ വരും. പ്രാക്ടിക്കലി വരുമോന്ന് ചിന്തിക്കരുത്, ചോദിക്കരുത്, അത് പിന്നീട് പറയാം. അതെന്തു പറ്റി? ഈ വരുന്ന ലൈറ്റ് റേസ് തമ്മിൽ കൂട്ടിയിടിക്കുന്നതിന്റെ പോലെ ചില സ്ഥലത്ത് ഇന്റൻസിറ്റി ഡിസ്ട്രിബ്യൂഷൻ മാക്സിമം, അവിടെ നല്ലോണം കാണാൻ പറ്റും. ചില സ്ഥലത്ത് ഇന്റൻസിറ്റി ഡിസ്ട്രിബ്യൂഷൻ മിനിമം, അവിടെ ഇരിക്കുന്നവരെ കാണാൻ വയ്യ. അങ്ങനെ നമുക്ക് ഓൾട്ടർനേറ്റീവായിട്ട് എന്ത് പറ്റും? ചില സ്ഥലങ്ങളിൽ ആളുകളെ കാണാം, ചിലടത്ത് കണ്ടുകൂടാ, വീണ്ടും ആളുകളെ കാണാം, കണ്ടുകൂടാ, ഇങ്ങനെ വരും. This change in distribution of energy due to superposition of two or more waves is called interference. അപ്പോൾ what is interference എന്ന് ചോദിച്ചാൽ എന്ത് പറയണം?
ഇത് മനസ്സിലുണ്ടെങ്കിലേ പറയാൻ പറ്റൂ. ഇൻ ദ കേസ് ഓഫ് എ സിംഗിൾ സോഴ്സ് ഇറ്റ് ഡിസ്ട്രിബ്യൂട്ട് എനർജി യൂണിഫോംലി. ഒരു ബൾബ് നമ്മൾ റൂമിൽ കത്തിച്ചു വെച്ചാൽ അവിടെ നിന്ന് യൂണിഫോം ആയിട്ട് എല്ലാവരെയും കാണാൻ പറ്റും. ഇടയ്ക്ക് ഇരുട്ട് നല്ലോണം കാണാം, അങ്ങനെ പറ്റൂല. ഈക്വൽ ആയിട്ട് എല്ലാവരെയും കാണാൻ പറ്റും. എന്നാൽ ഒരു റൂമിനകത്ത് 2 ബൾബുകൾ നമ്മൾ കത്തിച്ചിട്ടാൽ അവിടെ നിന്ന് വരുന്ന ലൈറ്റുകൾ തമ്മിൽ ദ ലൈറ്റ് റേസ് ഫ്രം ദീസ് 2 സോഴ്സസ് സൂപ്പർ ഇമ്പോസ് ഇൻ ദ മീഡിയം ആൻഡ് ബിക്കോസ് ഓഫ് ദിസ് സൂപ്പർ പൊസിഷൻ ദർ ഈസ് എ ചേഞ്ച് ഇൻ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് എനർജി. അറ്റ് സം പോയിന്റ്സ് ഇന്റൻസിറ്റി ഓഫ് എനർജി ഡിസ്ട്രിബ്യൂഷൻ ഈസ് മാക്സിമം ആൻഡ് സം അതർ പോയിന്റ്സ് എനർജി ഡിസ്ട്രിബ്യൂഷൻ ഈസ് മിനിമം. ഈ എനർജി ഡിസ്ട്രിബ്യൂഷൻ മാക്സിമം ആകുന്നതിന് പറയുന്നവരാണ് കൺസ്ട്രക്റ്റീവ് ഇന്റർഫറൻസ്. എനർജി ഡിസ്ട്രിബ്യൂഷൻ മിനിമം ആകുക അല്ലെങ്കിൽ ഡാർക്കായിട്ട് കാണുന്നതിന് നമ്മൾ പറയുന്നവരാണ് ഡിസ്ട്രക്റ്റീവ് ഇന്റർഫറൻസ്. അത് വിശദമായിട്ട് പിന്നീട് പറയാം. അപ്പൊ ഇന്റർഫറൻസ് എന്താണെന്ന് ഞാൻ പറഞ്ഞു. ഇനി അതിന്റെ മാത്തമാറ്റിക്കൽ എക്സ്പ്ലനേഷനകത്തേക്ക് ഞാൻ പോവുകയാണ്. മാത്തമാറ്റിക്കൽ എക്സ്പ്ലനേഷൻ ഓഫ് ഇന്റർഫറൻസ് ശ്രദ്ധിക്കുക, വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ ക്ലാസ് കൂടി. അത് കഴിഞ്ഞാൽ പിന്നെ എളുപ്പമാണ്. ഞാൻ ഇവിടെ ഒരു സോഴ്സ് എടുത്ത് വെച്ചു, അവിടെ നിന്ന് ലൈറ്റ് ഏതായി ഇങ്ങനെ വരുന്നു. ഇവന്റെ ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത് A1, ഇവന്റെ ഇന്റൻസിറ്റി I1. I1 ഈസ് ഈക്വൽ ടു A1 സ്ക്വയർ. ഡയറക്ട്ലി പ്രൊപ്പോർഷൻ ആണ് തൽക്കാലം A1 സ്ക്വയർ. അപ്പൊ ഇങ്ങനെ ഒരു ലൈറ്റ് വരികയാണ്. ഇവിടെ നിന്ന് വേറൊരു സോഴ്സ്, രണ്ടാമത് ഞാനൊരു സോഴ്സ് എടുത്ത് വെച്ചു, അവിടെ നിന്നും ഒരു ലൈറ്റ് റേ വരുന്നു. ഇവന്റെ ആംപ്ലിറ്റ്യൂഡ് A2, ഇവന്റെ ഇന്റൻസിറ്റി I2 ഈസ് ഈക്വൽ ടു A2 സ്ക്വയർ. ഇവർ രണ്ടുപേരും കൂടെ ഇവിടെ വന്ന് കൂട്ടിയിടിച്ചതിന്റെ ഫലമായിട്ട് പുതിയൊരു വേവ് ഉണ്ടായി. ഈ വേവിന്റെ ആംപ്ലിറ്റ്യൂഡ് ഈസ് ഈക്വൽ ടു വെക്റ്റർ സം ഓഫ് ദ ഡിസ്പ്ലേസ്മെന്റ് ഓഫ് ഇൻഡിവിജ്വൽ വേവ്സ്, ദാറ്റ് ഈസ് ഇറ്റ് ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് A1 സ്ക്വയർ പ്ലസ് A2 സ്ക്വയർ പ്ലസ് 2A1 A2 cos phi. This is the equation for the amplitude of the resultant wave. അപ്പോൾ ഈ വേവിന്റെ റിസൾട്ടന്റ് ഇന്റൻസിറ്റി എന്തായിരിക്കും? സിമ്പിൾ. ഇന്റൻസിറ്റി ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ആംപ്ലിറ്റ്യൂഡ് സ്ക്വയർ. therefore it is equal to A1 സ്ക്വയർ പ്ലസ് A2 സ്ക്വയർ പ്ലസ് 2A1 A2 cos phi. Where phi is the phase difference between these two waves at the point of ഇന്റർഫിയർ ചെയ്യുന്ന സ്ഥലത്ത് 2 വേവുകളും തമ്മിലുണ്ടാകുന്ന ഫേസ് ഡിഫറൻസ് എത്ര പറഞ്ഞുതരാം. അതൊക്കെ ഞാൻ പറഞ്ഞുതരാം. അപ്പൊ എന്ത് പഠിക്കണം? when 2 light rays of amplitudes A1 and A2 of intensity I1 and I2 are superimposed in a medium with a phase difference phi, then the resultant amplitude is equal to root of A1 square A plus A2 square A plus 2A1 A2 cos phi, and resultant intensity is equal to root കളയുക A1 square A plus A2 square A plus 2A1 A2 cos phi, where phi is a phase difference between the two waves. അപ്പോഴത്തേക്ക് അതെന്തോ സാർ ഈ phase difference between the two waves എന്ന്? അതായത് നമ്മളിപ്പോൾ ഇങ്ങനെ വരുന്ന ഒരു വേവ്, ഞാൻ പറഞ്ഞല്ലോ ഇങ്ങനെ ഒരു വേവ് വരുന്നു, ഇങ്ങനെ ഒരു വേവ് ദാ ഇവിടെയും വരുന്നു. ഈ പോയിന്റും കൂടിയാണ് ഇവിടെ വന്ന് കൂട്ടിയിടിക്കുന്നതെങ്കിൽ, കൂട്ടിയിടിക്കുന്നത് ഈ പോയിന്റും കൂടിയാണെങ്കിൽ ഇവന്റെ ഫേസ് 90, ഇവന്റെ ഫേസ് 90, ഫേസ് ഡിഫറൻസ് 0. ഫേസ് ഡിഫറൻസ് ആണ്, ഫേസ് അല്ല. ഇനി ഈ പോയിന്റും കൂടിയാണ് കൂട്ടിയിടിക്കുന്നതെങ്കിലോ ഈ പോയിന്റും കൂടിയാണ് കൂട്ടി, ഇവിടുത്തെ ഫേസ് 270 ആണ്. അപ്പൊ 90 270 കൂടെ കൂട്ടിയിടിക്കുകയാണെങ്കിൽ ഇവിടുത്തെ ഫേസ് ഡിഫറൻസ് 180. ഇനി ഇവനും കൂടിയാണ് കൂട്ടിയിടിക്കുന്നതെങ്കിലോ ഇവിടുത്തെ ഫേസ് 180 90, ഫേസ് ഡിഫറൻസ് 90. ഇനി ഈ പോയിന്റും കൂടിയാണ് കൂടി ഇവിടുത്തെ ഫേസിന്റെ 45 ആണെങ്കിലോ അവർ തമ്മിൽ കൂട്ടിയിടിക്കുകയാണെങ്കിൽ ഫേസ് ഡിഫറൻസ് 90 40 ഫേസ് ഡിഫറൻസ് 45. ഇത് ഇട്ട് കൊടുക്കണം അവർ, അത് അവർ പറയും, ക്വസ്റ്റൻ അത് തരും. മനസ്സിലാവുന്നുണ്ടേ? അപ്പൊ when 2 light rays of amplitudes A1 and A2 of intensity I1 and I2 are superimposed in a medium, എവിടെ പോയത്? are superimposed in a medium with a phase difference phi, then the resultant amplitude is equal to root of A1 square A plus A2 square A plus 2A1 A2 cos phi. Resultant intensity is equal to root കളയുക A1 square A plus A2 square A plus 2A1 A2 cos phi,
where phi is the phase difference between the two waves at the point of interfere ചെയ്യുന്ന സ്ഥലത്തുള്ള phase difference ആണ് phi. phase അല്ല, phase difference. ഒരുത്തന്റെ phase 10 ഉം മറ്റേവന്റെ 90 ഉം ആണെങ്കിൽ phase difference 80 എന്നിട്ട് കൊടുക്കണം. ഇതാണ് അതിന്റെ അർത്ഥം. നന്നായിട്ട് പഠിക്കാൻ മനസ്സിലാക്കിക്കോണം. ഈ ഒരു പോർഷൻ ഇച്ചിരി വളരെ ഇമ്പോർട്ടൻ്റ്. അപ്പോൾ വാട്ട് ഈസ് ഇന്റർഫറൻസ്? ചേഞ്ച് ഇൻ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് എനർജി ഡ്യൂ ടു സൂപ്പർപോസിഷൻ ഓഫ് ടു ഓർ മോർ വേവ്സ് ഇൻ എ മീഡിയം ഈസ് കാൾഡ് ഇന്റർഫറൻസ്. രണ്ടോ അതിൽ കൂടുതലോ വേവുകൾ തമ്മിലോ ഒരിടത്തൊന്ന് കൂട്ടിയിടിക്കുന്നതിന്റെ ഫലമായിട്ടുണ്ടാകുന്ന ചേഞ്ച് ഇൻ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് എനർജിക്ക് നമ്മൾ പറയുന്ന പേരാണ് ഇന്റർഫറൻസ്. ഇനി പറയുന്നതെല്ലാം മനസ്സിലാക്കുക നന്നായിട്ട്. ഇന്റർഫറൻസ്, ആ ഇന്റർഫറൻസ് എന്ന് പറയുന്ന രണ്ട് ടൈപ്പ് ഇന്റർഫറൻസ് ഉണ്ട്. ഒന്ന് കൺസ്ട്രക്റ്റീവ് ഇന്റർഫറൻസ്, രണ്ടാമത്തത് ഡിസ്ട്രക്റ്റീവ് ഇന്റർഫറൻസ്. എന്താണ് കൺസ്ട്രക്റ്റീവ് ഇന്റർഫറൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ when crest of one wave falls over the crest of the other. ഇവന്റെ ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത് സപ്പോസ് ഇറ്റ് ഈസ് 5 ആണെന്ന് കരുതുക. ഇവന്റെ ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത് 3 ആണെന്ന് കരുതുക. 5 ഉം 3 ഉം കൂടെ കൂട്ടിയിടിച്ചാൽ റിസൾട്ടന്റ് ആംപ്ലിറ്റ്യൂഡ് 8 വരും. അപ്പോൾ റിസൾട്ടന്റ് ഇന്റൻസിറ്റി 8² ആയിരിക്കും. അതല്ല, ഇവന്റെ ട്രഫ് -5 ഉം ഇവന്റെ ട്രഫും കൂടെ കൂട്ടിയിടിച്ചെന്ന് കരുതുക. എന്ത് സംഭവിക്കും? -5 പ്ലസ് -3 ദാറ്റ് ഈസ് -8. അതിന്റെ സ്ക്വയർ ആണല്ലോ. അപ്പോഴും എന്ത് തന്നെ വരും? -8ന്റെ സ്ക്വയറും 64 തന്നെ വരും. അപ്പൊ മാക്സിമം ഇന്റൻസിറ്റി കിട്ടണമെങ്കിൽ ആരും കൂടി കൂട്ടിയിടിക്കണം. ക്രസ്റ്റും കൂടെ കൂട്ടിയിടിക്കണം, അല്ലെങ്കിൽ ട്രഫും കൂടെ കൂട്ടിയിടിക്കണം. What is constructive interference? When crest of one wave falls over the crest of the other, or trough of one wave falls over the trough of the other. രണ്ടുപേരുടെയും ക്രസ്റ്റുകളോ അല്ലെങ്കിൽ രണ്ടുപേരുടെയും ട്രഫുകളോ കൂട്ടിയിടിച്ചാൽ അവിടെ റിസൾട്ടന്റ് ഇന്റൻസിറ്റി മാക്സിമം, ദാറ്റ് ഈസ് കാൾഡ് കൺസ്ട്രക്റ്റീവ് ഇന്റർഫറൻസ്. അപ്പൊ ഡിസ്ട്രക്റ്റീവ് ഇന്റർഫറൻസ് എന്തായിരിക്കും? ഒരുത്തന്റെ ക്രസ്റ്റും മറ്റേവന്റെ ട്രഫും കൂടെ കൂട്ടിയിടിച്ചാൽ ഈ 5 ഉം ഈ -3 കൂടെ കൂട്ടിയിച്ചാൽ അവിടെ റിസൾട്ടന്റ് 2A ഉണ്ടാവും. അതല്ല, ഈ -5 ഉം ഈ 3 കൂടെ കൂട്ടിയിടിച്ചാൽ അവിടെ -2A ഉണ്ടാവും. അതിന്റെ സ്ക്വയർ എടുക്കുമ്പോൾ എന്തേ കിട്ടത്തുള്ളൂ? 2² അല്ലെങ്കിൽ -2² കിട്ടുള്ളൂ. അപ്പോൾ അവിടെ ഇന്റൻസിറ്റി മിനിമം ആയിരിക്കും. അപ്പൊ മിനിമം വരണമെങ്കിൽ കണ്ടീഷൻ എന്താണ്? Crest of one wave falls over the trough of the other, or trough of one wave falls over the crest of the other. Opposite. അപ്പൊ ക്രസ്റ്റും കൂടെ ഇടിച്ചാൽ കൺസ്ട്രക്റ്റീവ്, ട്രഫും കൂടെ ഇടിച്ചാലും കൺസ്ട്രക്റ്റീവ്, ട്രഫും കൂടെ കൂട്ടിയിടിച്ചാൽ ഡിസ്ട്രക്റ്റീവ് ഇന്റർഫറൻസ്. അപ്പൊ വാട്ട് ഈസ് കൺസ്ട്രക്റ്റീവ് ഇന്റർഫറൻസ്? വെൻ ക്രസ്റ്റ്. അപ്പൊ വാട്ട് ഈസ്, ഇതെല്ലാം ഇമ്പോർട്ടന്റ് ആണ്. വാട്ട് ഈസ് ഇന്റർഫറൻസ്? ഇനി നമ്മൾ പഠിച്ചതിനകത്ത് ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ട്. വാട്ട് ഈസ് ഇന്റർഫറൻസ്? Due to superposition of two or more waves in a medium, there is a change in distribution of energy. This change in distribution of energy due to superposition of two or more waves in a medium is called interference. What are the type of interference? Constructive and destructive interference. What is constructive interference? When crest of one wave falls over the crest, or trough of one wave falls over the trough, then the intensity at that point is maximum, that is called constructive interference. If crest of one wave falls over the trough of the other, or trough of one wave falls over the crest of the other, then the resultant intensity is minimum, that is called destructive interference. Okay? ഇനിയാണ് ചോദിക്കുന്നത്, what is the mathematical explanation of constructive and destructive interference? What is the mathematical explanation of interference? അതാണ് നമ്മൾ ഇച്ചിരി മുമ്പേ ആദ്യമേ ഒന്ന് പറഞ്ഞു നിർത്തി. അതാണ്, അതിനുശേഷമാണ് ഞാൻ കൺസ്ട്രക്റ്റീവും ഡിസ്ട്രക്റ്റീവും പറഞ്ഞത്. എന്നാൽ എല്ലാം കൂടെ പഠിച്ചാലേ നമുക്ക് മനസ്സിലാവും. അപ്പോൾ വാട്ട് ഈസ് ദ മാത്തമാറ്റിക്കൽ എക്സ്പ്ലനേഷൻ ഓഫ് ഇന്റർഫറൻസ്? ഇന്റർഫറൻസിന്റെ മാത്തമാറ്റിക്കൽ എക്സ്പ്ലനേഷൻ എന്താണ്? അതാണ് ഇപ്പോൾ പറയുക. കൺസിഡർ two waves of amplitudes A1 and A2 of intensity I1 and I2. I1 is directly proportional to A1 square and I2 is directly proportional to A2 square, are interfere in a medium with a phase difference phi. Then the resultant amplitude is given by root of A1 square plus A2 square plus 2A1 A2 cos phi. Therefore, resultant intensity of the resultant wave is equal to A1 square A plus A2 square A plus 2A1 A2 cos phi. അപ്പോഴാണ് അടുത്ത ചോദ്യം വരിക. അപ്പോൾ കൺസ്ട്രക്റ്റീവ് ഇന്റർഫറൻസ് എന്താണ്? ഞാൻ പറഞ്ഞ കൺസ്ട്രക്റ്റീവ് ഇന്റർഫറൻസ് മാക്സിമം ഇന്റൻസിറ്റി കിട്ടണം. ദാറ്റ് ഈസ് മാത്തമാറ്റിക്കൽ എക്സ്പ്ലനേഷൻ ഓഫ് കൺസ്ട്രക്റ്റീവ് ഇന്റർഫറൻസ്.
That is I maximum is equal to a1 square a plus a2 square a plus 2a1 a2 cos phi. ആ cos phi യുടെ വാല്യൂ മാക്സിമം വരണം. cos phi ക്ക് വരാൻ പറ്റുന്ന മാക്സിമം വാല്യൂ 1 ആണ്. Therefore when cos phi is equal to 1. ശ്രദ്ധിച്ചോണേ, ഇത് വളരെ 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 ഇമ്പോർട്ടന്റ് ആണ്. ഇപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സാധനം വളരെ ഇമ്പോർട്ടന്റ് ആണ്. ശ്രദ്ധിച്ചോണം. When cos phi is equal to 1, a1 square a plus a2 square a plus 2a1 a2 is equal to എന്തെന്ന് എഴുതാം നമുക്ക്? That is it is equal to a1 plus a2 the whole square എന്ന് എഴുതാം. a1 plus a2 the whole square. എപ്പോഴും when cos phi is equal to 1. ഇന്റൻസിറ്റി മിനിമം ആകുന്നത് എപ്പോൾ, അല്ലെങ്കിൽ ഡിസ്ട്രക്റ്റീവ് ഇന്റർഫറൻസ് എപ്പോഴാണ്? That is I minimum is equal to a1 minus a2 the whole square. പറയാം ഞാൻ, that is when cos phi is equal to -1. അതായത് a1 square plus a2 square plus 2a1 a2 cos phi. അവിടെ cos phi യുടെ വാല്യൂ -1 വരണം. cos phi യുടെ മിനിമം വാല്യൂ 0 അല്ല, -1. അത് -1 വരുമ്പോൾ ഇവിടെ മൈനസ് വരും. a1 square a plus a2 square a plus 2a1 a2 is equal to a1 minus a2 the whole square. അപ്പോൾ maximum intensity is equal to a1 plus a2 the whole square and minimum intensity is equal to a1 plus a2 the whole square. എപ്പോഴാണ് മാക്സിമം ആവുക? when cos phi is equal to 1. ഇനിയാണ് നമ്മുടെ അടുത്ത ടോപ്പിക്കിലുള്ള തുടക്കം. that is phi. അപ്പൊ ഞാൻ ഇനി ഇത് മായ്ച്ചു കളയുകയാണ്. ഇത് മായ്ച്ചു കളഞ്ഞിട്ട് നമുക്ക് ആവശ്യമുള്ള സാധനം മാത്രം ഞാൻ എടുക്കുന്നു. വീണ്ടും ഒന്നുകൂടെ പറഞ്ഞു പോകുന്നു. ഇത് നന്നായിട്ട് മനസ്സിലാക്കണം. അതുകൊണ്ട് ഞാൻ പല പ്രാവശ്യം പറയും. when two light rays of amplitudes a1 and a2 of intensity I1 and I2, I1 is directly proportional to a1 square എന്നും I2 is directly proportional to a2 square എന്നും നിങ്ങൾ ഓർത്തിരിക്കുക. are superimposed in a medium with a phase difference phi, then the resultant amplitude at the point of interference is equal to root of a1 square plus a2 square plus 2a1 a2 cos phi. അവിടെ ഉണ്ടായ റിസൾട്ടന്റ് വേവിന്റെ ഇന്റൻസിറ്റി എത്ര? ഇതിന്റെ സ്ക്വയർ. ദാറ്റ് ഈസ് a1 സ്ക്വയർ പ്ലസ് a2 സ്ക്വയർ പ്ലസ് 2a1 a2 cos phi. ഇവിടെ ഇന്റൻസിറ്റി മാക്സിമം എത്രയാണ്? I മാക്സിമം ഈസ് ഈക്വൽ ടു a1 plus a2 the whole square. ഇങ്ങനെ എഴുതാവല്ല, കൂടുതൽ എഴുതിക്കൊണ്ടിരിക്കുന്നത്. when cos phi is equal to 1 and I minimum is equal to a1 minus a2 the whole square when cos phi is equal to -1. cos phi യുടെ വാല്യൂ 1 വരുന്നത് എപ്പോഴാണ്? when, ശ്രദ്ധിച്ചോണം, phi is equal to 0 degree or 360 degree or 720 degree etc. ഇതിന് നമ്മൾ റേഡിയനിലേക്ക് മാറ്റുമ്പോൾ ശ്രദ്ധിക്കുക, 0, 2 pi, 4 pi, 6 pi etc. cos 0 1, cos 2 pi 1, cos 4 pi 1, cos 6 pi 1. അതിനകത്ത് എന്ത് മനസ്സിലായി? cos even multiple of pi. അത് ഞാൻ അപ്പോൾ ദാറ്റ് ഈസ് phi is equal to even multiple of pi. even pi വരണം. 2 pi, 4 pi, 6 pi etc. ശ്രദ്ധിച്ചോണേ, നന്നായിട്ട് മനസ്സിലായിക്കോണേ. അപ്പോൾ ചോദിക്കും മാക്സ് I മിനിമം ആകണമെങ്കിലോ? ഞാൻ പറഞ്ഞു ഫൈയുടെ വാല്യൂ 180 വരണം, അല്ലെങ്കിൽ അടുത്ത 360 plus 180 540 വരണം, 540 എക്സെട്ര. ഞാനതിനെ മാറ്റി എഴുതുന്നു. പൈ, 3 pi, 5 pi, 7 pi എക്സെട്ര. അപ്പൊ നിങ്ങളിപ്പോ പറയും സാർ ധൈര്യമായിട്ട് എഴുതിക്കോളൂ സാർ, ഫൈയുടെ വാല്യൂ ഓഡ് മൾട്ടിപ്പിൾ ഓഫ് പൈ വരണം. ക്ലിയർ ആകുന്നുണ്ടല്ലോ? എല്ലാവർക്കും ക്ലിയർ ആവുന്നുണ്ടല്ലോ? അപ്പൊ I is equal to a1 square plus a2 square plus 2a1 a2 cos phi. I maximum is equal to a1 plus a2 the whole square when cos phi is equal to 1 or phi is equal to 0, 2 pi, 4 pi, 8 pi etc. or phi is equal to even pi. ശ്രദ്ധിച്ചോണം നന്നായിട്ട്. And I minimum is equal to a1 minus a2 the whole square when cos phi is equal to -1 or phi is equal to pi, 3 pi, 5 pi, 7 pi etc. ഈവൻ പൈയും ഓഡ് പൈയും നിങ്ങൾ എഴുതിയില്ലേലും വിട്ട് കളഞ്ഞേക്കുക.
മനസ്സിലാവുന്നുണ്ടേ? പക്ഷേ ഇനിയാണ് നമ്മുടെ വിഷയം വരുന്നത്. ഈ നമ്മളുടെ മാക്സിമവും മിനിമവും അല്ലെങ്കിൽ കൺസ്ട്രക്റ്റീവും ഡിസ്ട്രക്റ്റീവും ഇന്റർഫറൻസ് നമ്മൾ അങ്ങോട്ട് പഠിച്ചു വരുമ്പോൾ ഈ 5 വെച്ചുകൊണ്ട് ഫേസ് ഡിഫറൻസ് വെച്ചുകൊണ്ട് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പാടാണ്. ഫേസ് ഡിഫറൻസ് വെച്ചുകൊണ്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ നമുക്ക് ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ പകരം എന്ത് ചെയ്യുമെന്ന് അറിയാമോ? ഫേസ് ഡിഫറൻസിന് പകരം പാത്ത് ഡിഫറൻസ് എഴുതും. ഫസ്റ്റ് ഇയറിൽ നമ്മൾ പഠിച്ച ഓസിലേഷൻസും വേവ്സും അറിഞ്ഞുകൂടാന്നുണ്ടെങ്കിൽ ഒരു ഇച്ചിരി പണിയാണ്. എന്നാലും ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ അതെന്തോ സാർ ഈ ഫേസ് ഡിഫറൻസും പാത്ത് ഡിഫറൻസും? ഫേസ് ഡിഫറൻസ് ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞു തന്നതാണ്. ഓർക്കുക, ഒരു വേവിനെ നമ്മൾ ഇങ്ങനെ വരച്ചു കഴിഞ്ഞാൽ ഇവിടത്തെ ഫേസ് എന്ന് പറയുന്നത് 0 ആണ്, ഇവിടത്തെ ഫേസ് 2π ആണ്, ഇവിടത്തെ ഫേസ് π ആണ്. ഇത്രയും ലെങ്ത് എന്ന് പറയുന്നത് ലാംഡയാണ്, ഇത്രയും ലെങ്ത് എന്ന് പറയുന്നത് λ/2മാണ്. അതായത് 2π എന്ന് പറയുന്ന ഫേസ് ഡിഫറൻസിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പാത്ത് ഡിഫറൻസ് ലാംഡയാണ്. ഒരാൾ പറയുകയാണ് എ എന്ന് പറയുന്ന പാർട്ടിക്കിളും ബി എന്ന് പറയുന്ന പാർട്ടിക്കിളുമായിട്ടുണ്ടാകുന്ന ഫേസ് ഡിഫറൻസ് 2π ആണ്, 0 മറ്റേ ആളുടെ 2π. ഓക്കെ, ശരിയാണ്. ഉടനെ വേറൊരാൾ പറയാണ് അല്ല, അവര് തമ്മിലുള്ള പാത്ത് ഡിഫറൻസ് ലാംഡയാണ്. ഉണ്ടോ? ഇവിടം തൊട്ട് ഇവിടം വരെയുള്ള ലെങ്ത് ലാംഡയാണ്. അപ്പൊ ഞാൻ പറയും നിങ്ങൾ അല്ല എന്ന് പറയണ്ട, രണ്ടും ശരിയാണ്. ഇവർ തമ്മിലുള്ള ഫേസ് ഡിഫറൻസ് 2π ആണ്, അവർ തമ്മിലുള്ള പാത്ത് ഡിഫറൻസും ലാംഡയുമാണ്. ഇപ്പൊ നമ്മൾ വെക്ടേഴ്സും സ്കെലാർസും പഠിക്കുന്ന സമയത്ത് ഡിഫറൻസ്, വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ വെക്ടർ ആൻഡ് സ്കെലാർ എന്ന് ഒരാൾ എന്ത് പറയും? വെക്ടറിന് ഡയറക്ഷൻ ഉണ്ട്, സ്കെലാറിന് ഡയറക്ഷൻ ഇല്ല. വേറെ അല്ല, വെക്ടേഴ്സ് എപ്പോഴും പോസിറ്റീവോ നെഗറ്റീവോ ആകാം, സ്കെലാർ പോസിറ്റീവ് മാത്രമേ ആകത്തുള്ളൂ. ഞാൻ പറയാം അല്ലല്ലോ എന്ന് പറഞ്ഞാൽ രണ്ടും ശരിയാണ്. അതുപോലെ എയും ബിയും തമ്മിലുള്ള ഫേസ് ഡിഫറൻസ് 2π ആണ്. അപ്പൊ വേറെ നമ്പറാണ്, അവർ തമ്മിലുള്ള പാത്ത് ഡിഫറൻസ് ലാംഡയാണ്, ശരിയാണ്. ഇനി നമ്മൾ സി എടുക്കുക, എയും സിയും തമ്മിലുള്ള പാത്ത് ഡിഫറൻസ് λ/2 ആണ്. ഒന്നെടുത്ത പറയാം അല്ല, അവർ തമ്മിലുള്ള ഫേസ് ഡിഫറൻസ് π ആണ്. ഞാൻ പറഞ്ഞ അല്ലെന്ന് പറയേണ്ട, രണ്ടും ശരിയാണ്. അപ്പോൾ എന്തു പറ്റി? 2π എന്ന് പറയുന്ന ഫേസ് ഡിഫറൻസിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പാത്ത് ഡിഫറൻസ് എത്രയാണ്? ലാംഡ. അതിനകത്ത് ഒരു കാര്യം മനസ്സിലായി, ലാംഡ എന്ന് പറയുന്ന ഫേസ് ഡിഫറൻസിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പാത്ത് ഡിഫറൻസ് എത്രയാണ്? λ/2. π എന്ന് പറയുന്ന ഫേസ് ഡിഫറൻസിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പാത്ത് ഡിഫറൻസ് λ/2. പറഞ്ഞ മനസ്സിലാവുന്നുണ്ടേ? അവിടെ ഒരു റിലേഷൻ ഉണ്ട്, പഠിച്ചു വെച്ചാൽ നല്ലത്. ഫേസ് ഡിഫറൻസും പാത്ത് ഡിഫറൻസും തമ്മിലുള്ള റിലേഷൻ, ഫേസ് ഡിഫറൻസും പാത്ത് ഡിഫറൻസും തമ്മിലുള്ള റിലേഷൻ എന്താണെന്ന് അറിയാമോ? Δ5 ഈസ് ഈക്വൽ ടു 2π/λ ഇൻറ്റു Δx. അവിടെ Δ5 എന്ന് പറയുന്ന ഫേസ് ഡിഫറൻസ്, Δx എന്ന് പറയുന്ന പാത്ത് ഡിഫറൻസ്. ഏത് പാത്ത് ഡിഫറൻസ് തന്നാലും നിങ്ങൾക്ക് അതിനെ ഫേസ് ഡിഫറൻസിലേക്ക് മാറ്റാം, ഏത് ഫേസ് ഡിഫറൻസ് തന്നാലും നിങ്ങൾക്ക് അതിനെ കറസ്പോണ്ടിങ് പാത്ത് ഡിഫറൻസിലേക്ക് മാറ്റാം. ഇപ്പോൾ നമ്മൾ പറഞ്ഞ കാര്യം നോക്കുക, 2πക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ളത് ലാംഡയാണ്. ഇവിടെ ലാംഡ ഇട്ട് കൊടുക്കും. ലാംഡ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ Δ5 ഈസ് ഈക്വൽ ടു എന്ത് കിട്ടും? 2π/λ ഇൻറ്റു ലാംഡ. ലാംഡ ക്യാൻസൽ ആയി പോയി കഴിഞ്ഞാൽ ഫേസ് ഡിഫറൻസ് എത്ര കിട്ടും? 2π. ഇനി λ/2 ഇട്ട് കൊടുത്തു നോക്കൂ, λ/2 ഇട്ട് കൊടുത്തു നോക്കൂ, λ/2 λ 2 ബാക്കി എന്ത് വരും? π വരും. കണ്ടോ? ഫേസ് ഡിഫറൻസ് പോയി. അപ്പൊ നിങ്ങൾ ഇതൊന്നും പഠിച്ച്, ഇതൊക്കെ വേണമെങ്കിൽ പഠിച്ചു വയ്ക്കുക. റിലേഷൻ ബിറ്റ്വീൻ ഫേസ് ഡിഫറൻസ് ആൻഡ് പാത്ത് ഡിഫറൻസ് ഈസ് ഈക്വൽ ടു Δ5 ഈസ് ഈക്വൽ ടു 2π/λ ഇൻറ്റു Δx. അത് പഠിച്ചു വയ്ക്കുക. പഠിച്ചില്ലേലും കുഴപ്പമില്ല. ഒരു കാര്യം ഓർക്കുക, π എന്ന് പറയുന്ന ഫേസ് ഡിഫറൻസിന് ഇക്വലന്റ് ആണ് λ/2 എന്ന് പറയുന്ന പാത്ത് ഡിഫറൻസ്. π എന്ന് പറയുന്ന ഫേസ് ഡിഫറൻസിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പാത്ത് ഡിഫറൻസ് എത്രയാണ്? ഫേസ് ഡിഫറൻസ് π. അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പാത്ത് ഡിഫറൻസ് എത്രയാണ്? λ/2. ഇനി നമുക്ക് ഇങ്ങോട്ട് വരാം. വാട്ട് ഈസ് എ കണ്ടീഷൻ ഫോർ കൺസ്ട്രക്റ്റീവ് ഇന്റർഫറൻസ്? I maximum is equal to a1 plus a2 the whole square when cos phi is equal to what, or phi is equal to 0, 2π. അതായത്
ഫേസ് ഡിഫറൻസ് ഈസ് ഈക്വൽ ടു ആ രണ്ട് വേവുകളും തമ്മിലുള്ള ഫേസ് ഡിഫറൻസ് 0, 2π, 4π, 6π, 8π വരികയാണെങ്കിൽ ഇന്റൻസിറ്റി മാക്സിമം. ഉടനെ വേർത്തം പറയാണ് അല്ല, അവര് തമ്മിലുള്ള പാത്ത് ഡിഫറൻസിന് ഡെൽറ്റ എന്നാണ് എഴുതുക. 0, 2 λ/2 ശ്രദ്ധിച്ചോണേ, 4 λ/2, 6 λ/2 എക്സെട്ര വരികയാണെങ്കിൽ ബ്രൈറ്റ്. മനസ്സിലാവുന്നുണ്ട്? ഞാൻ ഒന്നുകൂടെ എഴുതുന്നു. പൈക്ക് കറസ്പോണ്ടിങ് ആയിട്ട് λ/2 മറന്നുപോയി. ഇതാണ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പ്രശ്നമുള്ള സാധനം. ഐ മാക്സിമൈസികൾ അല്ലെങ്കിൽ കൺസ്ട്രക്റ്റീവ് ഇന്റർഫറൻസ്, അതൊന്നും മാറിപ്പോരുത്. കൺസ്ട്രക്റ്റീവ് ഇന്റർഫറൻസിന്റെ കണ്ടീഷൻ ഐ മാക്സിമൈസികൾ a1 + a2 the whole square when cos phi is equal to 1 or phase difference. ആ phi എന്ന് പറഞ്ഞ phase difference phi is equal to 0, 2π, 4π, 6π etc. ഉടനെ വേർത്ത് നോക്കി വേണ്ട, ഫേസ് ഡിഫറൻസ് വേണ്ട, നമുക്ക് പാത്ത് ഡിഫറൻസ് വെച്ച് പറയാം. പാത്ത് ഡിഫറൻസിന് ഡെൽറ്റ എന്നാണ് എഴുതുക. അതും വിശദമാക്കി തരാം ഞാൻ. ഡെൽറ്റ, ആ ഡെൽറ്റയുടെ വാല്യൂ 0 അല്ലെങ്കിൽ 2, പൈക്ക് പകരം എന്തെഴുതണം? 2 λ/2, 4 പൈക്ക് പകരം λ/2, 6 λ/2 എക്സെട്ര വരികയാണെങ്കിൽ ദാറ്റ് പോയിന്റ് വിൽ അപ്പിയേഴ്സ് ആസ് ബ്രൈറ്റ്. ഇനി നമ്മൾ ഒന്നുകൂടെ ചെയ്യും. അപ്പൊ എന്താണ് കണ്ടീഷൻ? ബ്രൈറ്റിന്റെ കണ്ടീഷൻ പറഞ്ഞേ, ഐ മാക്സിമം ഈസ് ഈക്വൽ ടു a1 + a2 the whole square when cos phi is equal to 1 or phi is equal to phase difference is equal to 0, 2π, 4π, 6π etc. വേറൊരാൾ ചാടിക്കയറി എന്ന് പറഞ്ഞു വേണ്ട, ഫേസ് ഡിഫറൻസ് വേണ്ട, പാത്ത് ഡിഫറൻസ് 0, 2 λ/2, 4 λ/2, 6 λ/2 എക്സെട്ര. എന്നിട്ട് അവൻ പറയും ദാറ്റ് ഈസ് പാത്ത് ഡിഫറൻസ് ഡെൽറ്റ ഈവൻ മൾട്ടിപ്പിൾ ഓഫ് λ/2. λ/2ന്റെ സീറോത്ത് മൾട്ടിപ്പിൾ, സെക്കൻഡ് മൾട്ടിപ്പിൾ, ഫോർത്ത് മൾട്ടിപ്പിൾ, സിക്സ്ത് മൾട്ടിപ്പിൾ എക്സെട്ര. അപ്പൊ ഇനി നമ്മൾ ഇതങ്ങും വിട്ടതിന് ശേഷം നമ്മൾ എന്ത് പറയും? വാട്ട് ഈസ് മാക്സിമം ഇന്റൻസിറ്റി? a1 + a2 the whole square. എപ്പോൾ? when path difference is an even multiple of λ/2. വേറെല്ലാം കിടക്കും. path difference is an even multiple of λ/2. അപ്പൊ നമ്മൾ cos phi is equal to 1. ഇത് മനസ്സിലായല്ലോ എന്ന് പറയരുത്. മനസ്സിലായെന്ന് പറഞ്ഞാൽ വീണ്ടും റീവൈൻഡ് ചെയ്ത് നോക്കുക. ഓക്കെ, അപ്പൊ ഇതാണ് എന്റെ കണ്ടീഷൻ. ദാറ്റ് ഈസ് പാത്ത് ഡിഫറൻസ് ഡെൽറ്റ ഈസ് ആൻ ഈവൻ മൾട്ടിപ്പിൾ ഓഫ് λ/2. ഇതൊക്കെ മാറ്റും നമ്മളിപ്പോൾ. അപ്പോൾ ഇവിടെ എപ്പോഴും ഈവൻ വരണമെങ്കിൽ ഞാൻ അതിനെ എഴുതുന്നു. ദാറ്റ് ഈസ് n 2n into λ/2 where n is equal to 0, 1, 2, 3 etc. ആ സർക്കിളിനകത്ത് കിടക്കുന്ന സാധനം എപ്പോഴും ഈവൻ ആയിരിക്കണം. നോക്കൂ, 0 ഇട്ടാൽ 0 കിട്ടും, 1 ഇട്ടാൽ 2 λ/2 കിട്ടും, 2 ഇട്ടാൽ 4 λ/2 വരും, 3 ഇട്ടാൽ 6 λ/2 വരും. ഈ കിട്ടുന്ന സാധനം എല്ലാം ഈവൻ ആണ്. എന്നിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു? ഇവിടെ ഇതിന്റെ 2ഉം 2ഉം കൂടെ ക്യാൻസൽ ആയി പോകും. therefore it is equal to n λ. ഫൈനൽ ആൻസർ ആയി. വാട്ട് ഈസ് കൺസ്ട്രക്റ്റീവ് ഇന്റർഫറൻസ്? ഐ മാക്സിമം ഈസ്, അപ്പോൾ റിസൾട്ടന്റ് ആംപ്ലിറ്റ്യൂഡ് ഈസ് ഈക്വൽ ടു a1 square root of a1 square a plus a2 square a plus 2a1 a2 cos phi. റിസൾട്ടന്റ് ഇന്റൻസിറ്റി ഈസ് ഈക്വൽ a1 square a plus a2 square a plus 2a1 a2 cos phi. കൺസ്ട്രക്റ്റീവ് ഇന്റർഫറൻസ് ഐ മാക്സിമം ഈസ് ഈക്വൽ ടു a1 plus a2 the whole square when path difference delta. അതാണ് path difference delta is an even multiple of λ/2 or delta is equal to n λ where n is equal to 0, 1, 2, 3 etc. ഇതുവരെ എഴുതി എല്ലാം വായിച്ചു കളഞ്ഞിട്ട് ഇത് മാത്രമേ പറയാവൂ. ഇതെങ്ങനെ കിട്ടിയെന്നുള്ളതാണ് ഇതുവരെ വിശദീകരിച്ചുകൊണ്ടേയിരുന്നത്. ഇതെങ്ങനെ കിട്ടിയെന്നുള്ളതാണ് ഇവിടെ വിശദീകരിച്ചത്. ജസ്റ്റ് ഒരു മിനിറ്റ്. അതാണ് നമ്മൾ ഇവിടെ വിശദീകരിച്ചുകൊണ്ടേയിരുന്നത്. അപ്പൊ കൺസ്ട്രക്റ്റീവ് ഇന്റർഫറൻസിന്റെ മാത്തമാറ്റിക്കൽ എക്സ്പ്ലനേഷൻ കഴിഞ്ഞു. ഐ മാക്സിമം ഈസ് ഈക്വൽ a1 + a2 the whole square when path difference delta is an even multiple of λ/2 or delta is equal to n λ. പാത്ത് ഡിഫറൻസ് ആണ്, ഫേസ് ഡിഫറൻസ് അല്ല. പാത്ത് ഡിഫറൻസ് delta is equal to n λ where n is equal to 0.
1 2 3 4 5 എക്സെട്ര. ഇനി അടുത്ത അപ്പോൾ ചോദിക്കും ഐ മിനിമം ആണെങ്കിലോ? ഐ മിനിമം ഈസ് ഈക്വൽ ടു a1 മൈനസ് a2 ദ ഹോൾ സ്ക്വയർ when cos phi is equal to -1 or phi is equal to pi, 3 pi, 5 pi, 7 pi, etc. ഫേസ് ഡിഫറൻസ് മാറ്റി പാത്ത് ഡിഫറൻസ് ആക്കി ഡെൽറ്റ. പൈക്ക് പകരം λ/2, 3 λ/2, 5 λ/2, 7 λ/2. കാരണം ഫൈക്ക് കറസ്പോണ്ടിങ് ആയിട്ട് λ/2 ആണ്. അപ്പോൾ 3 പൈക്ക് പകരം λ/2 പാത്ത് ഡിഫറൻസ്. ഫസ്റ്റ് λ/2, തേർഡ് λ/2, ഫിഫ്ത്ത് λ/2, സെവന്ത് λ/2 ഞാൻ എഴുതി ഓഡ് മൾട്ടിപ്പിൾ ഓഫ് λ/2. ഓഡ് λ/2. അപ്പോൾ ഈ സാധനം എപ്പോഴും ഓട് വരണം. അതിനെന്ത് ചെയ്യുമെന്നറിയാമോ? ദാറ്റ് ഈസ് ഡെൽറ്റ ഈസ് ഈക്വൽ ടു 2n പ്ലസ് ഓർ മൈനസ് 1 ഇൻറ്റു λ/2. അപ്പൊ ഇതെപ്പോഴും ഓടായിരിക്കണം. വേർ n ഈസ് ഈക്വൽ ടു എഴുതാൻ പറ്റത്തില്ല. പ്ലസ് ആണെങ്കിൽ ഒന്നാണ്, മൈനസ് ആണെങ്കിൽ വേറൊന്നാണ്. പ്ലസ് ആണെങ്കിൽ എന്നിന്റെ വാല്യൂ 0 1 2 3 എക്സെട്ര. നോക്കൂ, 0 കൊടുത്താൽ λ/2, 0 കൊടുത്താൽ ബാക്കി λ/2. ഇവിടെ 1 കൊടുത്തു കഴിഞ്ഞാൽ 2 + 1 3 λ/2, 2 കൊടുത്താൽ 5 λ/2, 3 കൊടുത്തു കഴിഞ്ഞാൽ 7 λ/2 എക്സെട്ര. എല്ലാം ഓടാണല്ലോ. അപ്പൊ ചോദിക്കും മൈനസ് ആണെങ്കിലോ? മൈനസ് ആണെങ്കിൽ എന്നിന്റെ വാല്യൂ 1 നിന്നേ തുടങ്ങാവൂ. കാരണം എന്താ? 0 കൊടുത്താൽ -1 λ/2 വരും. അപ്പോൾ 1 കൊടുക്കുമ്പോൾ λ/2, 1 കൊടുക്കുമ്പോൾ 2 - 1, 2 കൊടുക്കുമ്പോൾ 4 - 1 3 λ/2, 3 കൊടുക്കുമ്പോൾ 6 - 1 5 λ/2. അപ്പൊ 2n + 1 ഇൻറ്റു λ/2 എടുക്കാം, 2n - 1. ഏതാണ് നിങ്ങൾക്ക് ഇഷ്ടം? 2n പ്ലസ് ആണോ മൈനസ് ആണോ? പ്ലസ് ആണെന്നുണ്ടെങ്കിൽ ഇവിടെ 0 1 2 3 എക്സെട്ര. മൈനസ് ആണെന്നുണ്ടെങ്കിൽ 1 2 3 എക്സെട്ര. സ്വാഭാവികമായിട്ട് നിങ്ങൾ ഇവിടത്തെ 0 എങ്കിൽ പ്ലസ് പറയും. പ്ലസ് പഠിക്കണ്ട, അതിന് വേറെ പ്രോബ്ലം ഉണ്ട്, അതുകൊണ്ട് പഠിപ്പിക്കുന്നില്ല. 0 -1 ഇൻറ്റു λ/2 വേറെ n ഈസ് ഈക്വൽ ടു 1 2 3 4 എക്സെട്ര. എന്തുകൊണ്ട് ഈ മൈനസ് എടുത്തില്ല, പ്ലസ് എടുക്കാത്തത് ഞാൻ പിന്നീട് പഠിപ്പിക്കാം. അപ്പോൾ നമ്മൾ ഇവിടെ എന്തെഴുതും? ഡെൽറ്റ ഈസ് ഈക്വൽ ടു 2n - 1 ഇൻറ്റു λ/2 വേർ n ഈസ് ഈക്വൽ ടു 1 2 3 4 എക്സെട്ര. ദിസ് ഈസ് ദ ആൻസർ. ഇതാണ് കൺസ്ട്രക്റ്റീവും ഡിസ്ട്രക്റ്റീവും ഇന്റർഫറൻസിന്റെ മാത്തമാറ്റിക്കൽ എക്സ്പ്ലനേഷൻ. അപ്പൊ കൺസിഡർ 2 വേവ്സ് ഓഫ് ആംപ്ലിറ്റ്യൂഡ്സ് A1 and ഇനി എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂ ഞാൻ പറയുന്നത് മാത്രം പഠിക്കാം, മറ്റേ ഇത്രയും മനസ്സിലാക്കാൻ പറഞ്ഞു തന്നതാണ്. Consider 2 waves of amplitudes A1 and A2 of intensity I1 and I2. I1 is directly proportional to A1 square and I2 is directly proportional to A2 square are superimposed in a medium with a phase difference phi. Then the resultant amplitude is equal to root of A1 square plus A2 square plus 2A1 A2 cos phi. Resultant intensity is equal to A1 square plus A2 square plus 2A1 A2 cos phi. I maximum is equal to A1 plus A2 the whole square when path difference of the light ray at the point of interference is an even multiple of λ/2. അങ്ങനെ എഴുതിയാലും മതി. പാത്ത് ഡിഫറൻസ് ഈസ് ഈക്വൽ ടു ഈവൻ λ/2 or delta is equal to n lambda where n is equal to 1 2 0 1 2 3 etc. And here path difference I minimum is equal to A1 minus A2 the whole square where path difference is an odd multiple of λ/2 or delta is equal to 2n minus 1 into λ/2 where n is equal to 1 2 3 4 etc. ഇതാണ് കണ്ടീഷൻ. I maximum I minimum. I maximum കിട്ടാനുള്ള കണ്ടീഷൻ പാത്ത് ഡിഫറൻസ് ഡെൽറ്റ ഈസ് ഈക്വൽ ടു n ലാംഡ പഠിച്ചു വയ്ക്കുക. മിനിമം കിട്ടാനുള്ള കണ്ടീഷൻ പാത്ത് ഡെൽറ്റ ഈസ് ഈക്വൽ ടു 2n minus 1 into λ/2. ഈ പറഞ്ഞതിൻ്റെയൊക്കെ അർത്ഥം എന്തുവാ സാറേ? നിങ്ങളിപ്പോൾ കൺഫ്യൂഷനിലിരിക്കുകയാണ്. എന്തോ സാറേ ഈ പറഞ്ഞ് സാർ ഇങ്ങനെ കുറേ കാര്യമായിട്ട് പോയി. ഒരു സിമ്പിൾ എക്സാമ്പിൾ കൊണ്ട് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം മനസ്സിലാവും. ഈ എഴുതിയിരിക്കുന്നതിൻ്റെ അർത്ഥം പറയുന്ന സിമ്പിൾ എക്സാമ്പിൾ കൊണ്ട് മനസ്സിലാകാൻ പോവാണ്. അതോടുകൂടി നമ്മൾ ഇന്നത്തെ ക്ലാസ് നിർത്തും. അത് കഴിഞ്ഞ് നമുക്കിനി ഇന്റർഫറൻസ് വീണ്ടും നമ്മൾ തുടങ്ങുന്നു.
നമ്മളെ ഇന്റർഫറൻസ് അടയ്ക്കുമ്പോൾ ഇടയ്ക്ക് കാണാൻ കണ്ടുകൂടാ എന്ത് അതൊക്കെ നമ്മൾ അങ്ങോട്ട് വിശദമായിട്ട് നമ്മൾ അടുത്ത ക്ലാസ്സിൽ പഠിക്കും. ഇവിടെ ഞാൻ പറയുന്നത്, ഞാൻ ഇവിടെ ഒരു സോഴ്സ് എടുത്തു, ഇവിടെ വേറൊരു സോഴ്സും എടുത്തു. രണ്ടുപേരുടെയും വേവ് ലെങ്ത് ലാംഡ എന്ന് പറയുന്നത് 50 ആണെന്ന് കരുതുക. വേവ് ലെങ്ത് ലാംഡ എന്ന് പറയുന്നത് 50 ആണ്. ഇവിടെ നിന്ന് വരുന്ന ലൈറ്റ് റേയും ഇവിടെ നിന്ന് വരുന്ന ഈ ലൈറ്റ് റേയും കൂടി ഇവിടെ വന്ന് കൂട്ടിയിടിച്ചു. അപ്പോൾ ഒരാൾ എൻ്റെ അടുത്ത് ചോദിക്കുകയാണ്, സാർ ആ ലൈറ്റ് രണ്ടും കൂടെ കൂട്ടിയിടിച്ച സ്ഥലത്ത് ലൈറ്റിന്റെ ഇന്റൻസിറ്റി മാക്സിമം ആണോ മിനിമം ആണോ, ബ്രൈറ്റ് ആണോ ഡാർക്ക് ആണോ, കൺസ്ട്രക്റ്റീവ് ആണോ ഡിസ്ട്രക്റ്റീവ് ആണോ? അതാണല്ലോ ഈ പറഞ്ഞല്ലോ, ബ്രൈറ്റ് ആണോ ഡാർക്ക് ആണോ, കൺസ്ട്രക്റ്റീവ് ആണോ ഡിസ്ട്രക്റ്റീവ് ആണോ, മാക്സിമം ആണോ മിനിമം ആണോ, എല്ലാം ഒന്ന് തന്നെ. അപ്പൊ സാറൊന്ന് പറയുമോ? ഞാൻ പറയാം. ഞാൻ ഇവിടെ നിന്ന് ഇവിടം വരെയുള്ള പാത്ത് ലെങ്ത് മെഷർ ചെയ്തപ്പോൾ ഇത് 200. ഇവിടെ നിന്ന് ഇവിടം വരെയുള്ള ലെങ്ത് ഞാൻ മെഷർ ചെയ്തു, ലെങ്ത് 300. അവർ തമ്മിലുള്ള പാത്ത് ഡിഫറൻസ് ഞാൻ കണ്ടുപിടിച്ചു. ഇതാണ് പാത്ത് ഡിഫറൻസ്, വേറെ ഒന്നുമല്ല. പാത്ത് ഡിഫറൻസ് കണ്ടുപിടിച്ചപ്പോൾ 300 മൈനസ് 200 ദാറ്റ് ഈസ് ഈക്വൽ ടു 100. ഇനി ഞാൻ നേരെ ഈ λ/2 ലാംഡയിൽ നിന്നും λ/2 ഞാൻ എടുക്കും. λ/2 എന്ന് പറയുന്നത് 25 ആണ്. ഈ λ/2ന്റെ എത്രാമത്തെ മൾട്ടിപ്പിൾ ആണിത്? 4th മൾട്ടിപ്പിൾ ആണ്. ദാറ്റ് ഈസ് 4th മൾട്ടിപ്പിൾ ഓഫ് 25. ദാറ്റ് ഈസ് 4th മൾട്ടിപ്പിൾ ഓഫ് λ/2. ഈവൻ മൾട്ടിപ്പിൾ ഓഫ് λ/2 അല്ലേ? ഞാൻ പറയാം, അതുകൊണ്ട് ഈ പോയിന്റ് ഇപ്പോൾ ബ്രൈറ്റ് ആണ്. ഉണ്ടോ? ഇതേ ഉള്ളു, ബ്രൈറ്റ് ആണ്. അപ്പൊ അടുത്ത പറയണം, സാറേ ഇത് 275 ആയിരുന്നു. ഞാൻ പറഞ്ഞു ആയിക്കോട്ടെ, നോ പ്രോബ്ലം, ആയിക്കോട്ടെ. അത് 275 ആണെങ്കിൽ 275 മൈനസ് 200 വിച്ച് ഈസ് ഈക്വൽ ടു 75. ദാറ്റ് ഈസ് ഈക്വൽ ടു 3 into 75. ദാറ്റ് ഈസ് 3rd മൾട്ടിപ്പിൾ ഓഫ് λ/2. ഞാൻ പറയും അതുകൊണ്ട് ഈ പോയിന്റ് ഡാർക്ക് ആണ്. ഡാർക്ക്. അടുത്ത ഞാൻ നോക്കിയപ്പോൾ വേറെ പറയണം, സാറേ ഞാൻ മെഷർ ചെയ്തപ്പോഴത്തേക്ക് ഇത് സോഴ്സ് മാറി, ഇത് 250 ആയിരുന്നു. അപ്പൊ ഇത് 250 ആണ്, ഇത് 200 ആണ്, അപ്പോൾ ഇത് 50 ആണ്. ദാറ്റ് ഈസ് ഇറ്റ് ഈസ് അഗൈൻ സെക്കൻഡ് മൾട്ടിപ്പിൾ ആണ്. സെക്കൻഡ് മൾട്ടിപ്പിൾ ആയതുകൊണ്ട് ഇത് ബ്രൈറ്റ് ആണ്. ഇപ്പോൾ നിങ്ങളുടെ മനസ്സിൽ വിങ്ങൽ തുടങ്ങി, സാറേ ഈ ഡിഫറൻസ് 100, 75, 50 ഇതേ കിട്ടത്തുള്ളൂ, 90 കിട്ടില്ലേ? അങ്ങനെ ഒരു സംശയം ഉണ്ടല്ലോ. ഇപ്പൊ സാറിപ്പോ എടുത്തപ്പോഴത്തേക്ക് ആദ്യമേ 4th മൾട്ടിപ്പിൾ ആയിരുന്നു. 4th മൾട്ടിപ്പിൾ 25 ആയിരുന്നു. ദാറ്റ് ഈസ് 75. അല്ല സോറി, 4th മൾട്ടിപ്പിൾ 100 ആയിരുന്നു. രണ്ടാമത് പറഞ്ഞപ്പോൾ 3rd മൾട്ടിപ്പിൾ 25 ആയിരുന്നു. ദാറ്റ് ഈസ് 75 ആയിരുന്നു. മൂന്നാമത് പറഞ്ഞപ്പോൾ സെക്കൻഡ് മൾട്ടിപ്പിൾ ആയിരുന്നു. ദാറ്റ് ഈസ് 50. ഇതേ വരത്തുള്ളൂ. അവരുടെ മൾട്ടിപ്പിൾസ് മാത്രമേ വരൂ, അല്ലാതെ വേറെ ഒന്നും വരില്ല. വരും. ഇടയ്ക്ക് ഞാൻ മെഷർ ചെയ്തപ്പോൾ ഇത് 290 മൈനസ് 200 ദാറ്റ് ഈസ് ഈക്വൽ ടു 90. അത് ഈവൻ മൾട്ടിപ്പിളും അല്ല, ഓഡ് മൾട്ടിപ്പിളും അല്ല. അപ്പോഴും ബ്രൈറ്റും അല്ല ഡാർക്കിനും ഇടയിലുള്ളൊരു കണ്ടീഷൻ വരും. 100 ആണെങ്കിൽ നല്ല ബ്രൈറ്റ്, 75 ആണെങ്കിൽ ഡാർക്ക്. ഈ ഡാർക്ക് ബ്രൈറ്റ് കഴിഞ്ഞിട്ട് ആ ബ്രൈറ്റിന്റെ ബ്രൈറ്റ്നെസ് കുറഞ്ഞാണ് ഡാർക്ക് ആകുന്നത്. മനസ്സിലാ? അല്ലാതെ ഒരു ഡാർക്ക് അങ്ങനല്ല, നല്ല ബ്രൈറ്റ്, ആ ബ്രൈറ്റ്നെസ് കുറഞ്ഞു നല്ല ഡാർക്ക് ആവും. ആ ഡാർക്കിന്റെ ഡാർക്ക്നെസ് കുറഞ്ഞു ബ്രൈറ്റ്. അപ്പൊ ഇവിടെ നമ്മൾ 95 ആകാം. 95 ആകുമ്പോൾ ബ്രൈറ്റ്നെസ് ഇച്ചിരി കുറയും, 90 ആകുമ്പോൾ ഇച്ചിരൂടെ കുറയും, 85 ആകുമ്പോൾ ഇച്ചിരൂടെ കുറയും, 80 ആകുമ്പോൾ കുറച്ചുകൂടെ കുറയും, 75 ആകുമ്പോഴത്തേക്കും നല്ല ഡാർക്ക് ആവും. മനസ്സിലായോ? ഗ്രാജുവലി കുറഞ്ഞു. അത് കഴിഞ്ഞ് 70 ആകുമ്പോൾ ഡാർക്ക്നെസ് ഇച്ചിരി കുറയും, 65, 60, 55, 50 ആകുമ്പോൾ നല്ല ബ്രൈറ്റ് ആവും. അപ്പൊ ശരിക്കും ഒരു ഡാർക്ക് ബാൻഡ് അല്ല കിട്ടുന്ന, ഡാർക്ക് ബാൻഡ് കിട്ടിക്കഴിഞ്ഞാൽ അവിടെ നിന്ന് ഇന്റൻസിറ്റി കുറഞ്ഞു ബ്രൈറ്റ് ആവും. ബ്രൈറ്റിന്റെ ഇന്റൻസിറ്റി കുറഞ്ഞു. അപ്പൊ ഇവിടെ 0 ആണെന്ന് കരുതുക ബ്രൈറ്റ്, ഇവിടെ 0 ബ്രൈറ്റ്. ഇവിടെ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ 0, 5, 10, 20, 15, 20, 25 ആകുമ്പോൾ ഡാർക്ക്, 30, 35, 40, 45, 50 ആകുമ്പോൾ ബ്രൈറ്റ്, 55, 56, 60, 70, 75 ആകുമ്പോൾ വീണ്ടും ഡാർക്ക്, 100 ആകുമ്പോൾ. അപ്പൊ ഇതിന്റെ ഇടയിൽ ഇതൊരു ബ്രൈറ്റ്, ഇതൊരു ഡാർക്ക്. ഇതിന്റെ ഇടയിൽ ബ്രൈറ്റ്നെസ് കുറഞ്ഞ് ഡാർക്ക്. അങ്ങനെയാണ് പറഞ്ഞ് മനസ്സിലാവുന്നുണ്ട്.
അപ്പൊ കറക്റ്റ് നമുക്ക് ഈവൻ മൾട്ടിപ്പിൾ ഓഫ് λ/2 കിട്ടുന്നിടത്തെല്ലാം ബ്രൈറ്റും, ഓഡ് മൾട്ടിപ്പിൾ ഓഫ് λ/2 കിട്ടുന്നിടത്തെല്ലാം ഡാർക്കും, ബാക്കിയുള്ള സ്ഥലങ്ങളിൽ ബ്രൈറ്റിനും ഡാർക്കിനും ഇടയിലുള്ള ഇന്റൻസിറ്റിയുമായിരിക്കും. പറഞ്ഞ മനസ്സിലാവുന്നുണ്ടേ? ഇനി നമുക്ക് വ്യക്തമായിട്ട് നമുക്ക് ഏത് പഠിക്കണം? ഇന്റർഫറൻസ് എന്താണെന്ന് തുടങ്ങിയിട്ട് ഇനിയുണ്ട്, കുറച്ചുകൂടെ. നമുക്ക് നമ്മൾ പറഞ്ഞ കുറേ വേറെ ഇപ്പം നമുക്ക് നിങ്ങളുടെ മനസ്സിൽ നേരത്തെ തോന്നിയ 1-2 സംശയങ്ങൾ കാണണം. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ തുടങ്ങാം. അതുകൂടെ തീർത്തതിന് ശേഷം നമുക്ക് യങ്സ് ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെന്റ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യണം. ചിലപ്പോൾ ഒരു ക്ലാസ് കൂടെ കഴിഞ്ഞ് അടുത്ത ക്ലാസ്സിൽ ചിലപ്പോൾ യങ്സ് ഡബിൾസ് നടക്കും. നന്നായിട്ട് പഠിക്കണം. ഇത് നന്നായിട്ട് പഠിക്കേണ്ട സാധനമാണ്. ഓക്കെ, നന്നായിട്ട് പഠിക്കുക, പ്രിപ്പയർ ചെയ്യുക. ഇത്രയും പ്രിപ്പയർ ചെയ്തിട്ട് മാത്രമേ അടുത്ത ക്ലാസ് കേൾക്കാവൂ. അല്ല ഒരു ഫസ്റ്റ് കേട്ടില്ല, സെക്കൻഡ് കേട്ടു, അത് കഴിഞ്ഞ് തേർഡ്, അങ്ങനല്ല. കണ്ടിന്യൂസ് ആയിട്ടുള്ളത് കേട്ട് വേണം നമ്മൾ എപ്പോഴും ഒരു ക്ലാസ് കേൾക്കുമ്പോൾ സ്റ്റാർട്ടിങ് ടു വരിക. ഓക്കെ.